പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ആ ഒരു ടാസ്കില്, പുറത്ത് കിടക്കുന്ന 4 പേര് തമ്മില് ഒരു ഐക്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ 4 പേരും തമ്മിൽ ഐക്യമില്ലാതെ വന്നാൽ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ്സിന് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയാൻ പറ്റും. എവിക്റ്റ് ആക്കി വിടാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ നിലവില് ഷാനവാസും അതുപോലെ ഷൈത്യയും ബിൻസിയും ജിസേലും ഒക്കെ തമ്മിലുണ്ട്. അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റുള്ളവര് ഉണർന്നിരിക്കുക. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവര് ഫോളോ ചെയ്യുന്നത്. ഇതിലേറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കട്ടിലാരും തൂക്കിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഷാനവാസ് കിടന്നുറങ്ങുന്ന ഒരു രംഗമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. ദാ ഇതുപോലെ കാലുകൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചു വെച്ചിട്ടാണ് ഷാനവാസ് കിടന്നുറങ്ങിയത്. പിന്നീട് ഇത് മാറി മാറി ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേ ആൾ ഉണർന്നിരിക്കും. അങ്ങനെയാണ് അവർ ഒരു ഡേ ഫുള്ള് കൊണ്ടുപോയത്. സോ പക്ഷേ വെള്ളിയാഴ്ച വരെ ഈ ടാസ്ക് ഉണ്ട്. ഇപ്പോ നമ്മുടെ വീട്ടിനകത്തുള്ളവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷാനവാസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. കാരണം ഷാനവാസ് ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവര് പ്ലാൻ ചെയ്യുന്നത് ഈ വുമൺ കണ്ടസ്റ്റന്റ്സ് ഉണ്ടല്ലോ 3 പേരുണ്ട്. ഈ 3 പേരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ഷാനവാസ് ഉറങ്ങുന്ന സമയത്ത് ഷാനവാസിനെ പുറത്താക്കാൻ പറ്റും. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തതിന് ശേഷം അതായത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരാളെ ഉറക്കിയതിന് ശേഷം മറ്റുള്ളവരെ വിളിച്ചതാ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് കൂടെ നിൽക്കുമോ? അതിനെ അവർ ഗെയിമായിട്ട് കാണുമോ? എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഇങ്ങനെ ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് മറ്റവർ ട്രൈ ചെയ്താലും ഈ 3 കണ്ടസ്റ്റൻസും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഷാനവാസിനെ ഔട്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവിടെ തുടരാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. ഓഡിയൻസ് ചിലപ്പോൾ തിരിഞ്ഞ് കുത്തിയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതത്ര എളുപ്പമുള്ളൊരു ടാസ്ക് ഒന്നുമല്ല. എന്തായാലും നാളെയും മറ്റന്നാളുമൊക്കെ പല നാടകങ്ങളും ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുമെന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.